ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക് കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മൾ നോമ്പൊക്കെ അങ്ങോട്ട് വന്നെത്തിയില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ്, അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ 1.5 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബീഫും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ ഇവിടെ കറി ഉണ്ടാക്കുമ്പോൾ അതൊന്നൊരു 5-6 പീസ് മാറ്റിയെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അതിന്നൊരു 3-4 പീസ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ചധികം മല്ലിയിലയും കൂടി ഒന്ന് ചേർക്കണം കേട്ടോ. മല്ലിയില എന്താണെങ്കിലും ചേർക്കണം, മല്ലിയില ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കണം. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് മൈദ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളന്ന് എടുത്താലും മതി കേട്ടോ. നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിലേക്ക് 1 ഗ്ലാസ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 ഗ്ലാസ് പാലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ചേർത്താൽ മതി. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളത് ചേർത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ ബാറ്റർ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളെ ബാറ്റർ കിട്ടേണ്ടത്. ഒരുപാട് ലൂസായി പോരുത്, അതേപോലെ തന്നെ ഒരുപാട് കട്ടായി പോരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും. ഇതേപോലെ തന്നെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിംഗ് ഇല്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം തന്നെ ആക്കിയെടുക്കാം കേട്ടോ, എന്നാൽ തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അറ്റത്താക്കാതെ സെൻറ്റർ ഭാഗത്താക്കിയിട്ട് നല്ലോണം തന്നെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ ബാക്കി ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആവുന്ന പോലെ തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടി ഒന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയും വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് വെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് ഞാൻ വേറൊരു പാനിലോട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് ഒട്ടിപ്പിടിക്കുകയോ ചട്ടിയിൽ പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ആ ഭാഗം കൂടി ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നോമ്പ് തുറക്കാൻ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.